ആരോപിക്കപ്പെട്ട ഈ പ്രവർത്തകർ അവിടെ വന്നു എന്ന് CPM തെളിയിച്ചാൽ 1 കോടി ഇനാം ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭ 3 പതിറ്റാണ്ടിന് ശേഷം LDF-ൽ നിന്നും പിടിച്ചെടുത്ത UDF-ന്റെ വലിയ ആഘോഷമൊക്കെ പെരിന്തൽമണ്ണയിൽ നടന്നിരുന്നു. അപ്പോൾ ഈ ആഘോഷത്തിന്റെ ഇടക്ക് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. തോറ്റു എന്ന് സമ്മതിച്ച് അവര് തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കുമ്പോഴാണ് സൗഹൃദപരമായ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. വിജയിച്ചവർ അവര് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ ഭരണം മോശമാണെങ്കിൽ, 30 വർഷത്തിന് ശേഷം UDF-നെ അധികാരത്തിൽ എത്തിച്ചെന്ന ഈ ജനങ്ങൾ അവരുടെ ഭരണം മോശമാണെങ്കിൽ അവരെടുത്ത് പുറത്തേക്ക് ഇട്ട് വീണ്ടും പഴയ ആളുകളെ തെരഞ്ഞെടുക്കും. അതൊക്കെ കാലാകാലങ്ങളായി പല സ്ഥലത്തും നടക്കുന്നതാണ്. ഇപ്പൊ പ്രകടനത്തിനിടെ ആഹ്ലാദ പ്രകടനം ഈ പെരിന്തൽമണ്ണ കണ്ട ഏറ്റവും വലിയൊരു ആഹ്ലാദ പ്രകടനമായിരുന്നു. കാരണം അതിന് അവർക്ക് അവകാശമുണ്ട്. UDF-കാർക്ക് 30 വർഷം കഴിഞ്ഞുള്ളതല്ലേ. അപ്പൊ ആഹ്ലാദ പ്രകടനത്തിനിടക്ക് ഒരു കാരണവശാലും പട്ടാമ്പി റോട്ടിലേക്ക് തിരിയരുതെന്ന് ഞങ്ങളിവിടെ ലൈവായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു. നേതാക്കൾ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങോട്ട് പോയിട്ടില്ല എന്ന് അവര് വ്യക്തമാണ്. അങ്ങോട്ട് പോയിട്ടില്ല, എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോ CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളൊരു ഇത് വരുന്നു. അതിനുശേഷം ലീഗ് ഓഫീസിൽ കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും മുസ്ലിം യൂത്ത് ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാഫി, സെക്രട്ടറി ഫത്താഹ്, ട്രഷറർ ഷരീഫ്, അതുപോലെ ഇവിടെ യുവാക്കളായ 2 കൗൺസിലർമാര് ഉനൈസും പിന്നെ റാഷിഖും ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ഇവരോട് തന്നെ ചോദിക്കാം, ഇത് 30 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ആഘോഷം ഇത്ര നല്ലൊരു ആഘോഷമായിരുന്നു, നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോ CPM-ന്റെ കുറച്ച് പ്രവർത്തകരെ ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോ ലീഗിന്റെ UDF-ന്റെ ചില ആളുകളെ ഇതിൽ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്. CPM ഓഫീസ് ആക്രമിച്ചു എന്ന രീതിയിലൊക്കെ. അപ്പോ ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ നാട്ടുകാർക്ക് അവകാശമുണ്ടല്ലോ. എന്താണ് ശരിയായ വസ്തുത? തീർച്ചയായിട്ടും ഇതൊരു പച്ചക്കള്ളം പറഞ്ഞ് ഈ തോൽവിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി CPM ശ്രമിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ വിജയമാണ് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങള് UDF-നെ നെഞ്ചേറ്റി വോട്ട് ചെയ്തിട്ടുണ്ടായതാണ്. ഇതിൽ വിറളി പൂണ്ട് എപ്പോഴൊക്കെ UDF-ന് ശക്തി വരുന്നോ ആ സമയത്തൊക്കെ അക്രമം പുറത്തെടുക്കുക എന്നുള്ളത് CPM-ന്റെ രീതിയാണ്. നമുക്കറിയാം, മഞ്ഞളാംകുഴി അലി സാഹിബോടെ മത്സരിക്കുമ്പോൾ കലാശക്കൊട്ടിന്റെ അന്ന് MLA അടക്കം, അന്നത്തെ സ്ഥാനാർത്ഥി അടക്കം പരിക്കേൽപ്പിച്ച് ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇപ്പൊ ഏറ്റവും അടുത്ത് മിനിഞ്ഞാന്ന് നമ്മുടെ ആഹ്ലാദ പ്രകടനം വളരെ ഗംഭീരമായി, ഇതുവരെ പെരിന്തൽമണ്ണ കണ്ടിട്ടില്ലാത്ത ചരിത്രപരമായൊരു ആഹ്ലാദ പ്രകടനം നടന്നു. സന്തോഷത്തോടുകൂടെ ഒരു 8-8:30യോടുകൂടെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. 9 മണിയോടുകൂടെ ടൗണിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ മുഴുവൻ പോയി. ഒരു പ്രശ്നവും ടൗണിലില്ല. പക്ഷേ ഇവര് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചിട്ട് വിദേശത്തേക്ക് പോവേണ്ട ഒരാൾ കൂടി അവരൊക്കെ കൂടി ഇരുന്ന് നേരെ ഒരു പ്രകോപനവും ഇല്ലാതെ ലീഗ് ഓഫീസിന് വന്ന് കല്ലെറിയാണ്. അത് എല്ലാം പകല് പോലെ ദൃശ്യങ്ങളുണ്ട്. കല്ലെറിഞ്ഞ് ഒരുപാട് അവിടുത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും സമാധാനത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം മുഖം കെട്ടുപോയപ്പോ CPM പാർട്ടി ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെ പ്രവർത്തകരുടെ പേരിൽ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസിന്റെ ഒക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കാരണം ഇവരാരോപിക്കപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവർ ആ സമയത്ത് ഇവിടെ എവിടെയും ഇല്ല, ഈ പറയുന്ന പ്രദേശത്തില്ല. പിന്നെ CCTV-കള് പാർട്ടി ഓഫീസേ ഇല്ലാത്തുള്ളൂ. അതെന്തുകൊണ്ട് അവിടെ ഇല്ലാന്നുള്ള എല്ലാവർക്കും അറിയാം. പുറത്തൊക്കെ ഇഷ്ടം പോലെ CCTV-കളുണ്ട്. അതുപോലെ അവിടെ പോലീസുകാർ കാവലുണ്ട്, 7-8 പേര്. അവരെല്ലാം സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. പട്ടാമ്പി റോഡിലേക്ക് ഈ ആഹ്ലാദ പ്രകടനം പോയിട്ടില്ല, പ്രവർത്തകർ അവിടെ പ്രകോപനം ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഒരു പ്രശ്നമല്ല. ഉണ്ടെങ്കിൽ അവർ ആ ദൃശ്യങ്ങൾ പുറത്തുവിടണം. അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറി രാകേഷിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ നമുക്കറിയാം. അതുപോലെ ഇവിടുത്തെ DYFIയുടെ ജില്ലാ ഭാരവാഹിയൊക്കെ എന്തൊക്കെ നമുക്കറിയാം. അവരൊക്കെ ഈ ഗുണ്ടാ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ. പക്ഷെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ഗോതയിൽ മാന്യമായി കാണുന്നതാണ് ശശികുമാർ. ശശിയേട്ടൻ പോലും വന്നിട്ട് പറയാണ് ലീഗ് ഓഫീസിന് കല്ലെറിയാണ്ടായ കാരണം പാർട്ടി ഓഫീസിന് കല്ലെറിയാൻ പച്ച നുണ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പെരിന്തൽമണ്ണ ഇവിടെ പൊതു ജനങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ എളിഭ്യരായി നിൽക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പച്ചക്കള്ളം വിലപ്പോവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാണ്ട്, നിങ്ങൾ തുടക്കത്തിൽ അമാന്തം കാണിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 19 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ ലീഗ് ഓഫീസ് തകർത്തത്. ലീഗ് ഓഫീസ് തകർത്തു എന്നുള്ളത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തകർത്ത ലീഗ് ഓഫീസിന്റെ ചിത്രം വെച്ചിട്ട് വീണ്ടും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏരിയ സെക്രട്ടറി ശ്രമിച്ചു. ഫേസ്ബുക്ക് ലൈവുകളിലൂടെ ആളുകളോട് പെരിന്തൽമണ്ണയിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോലീസുകാരോട് പറയണോ, നിങ്ങൾ പോയി ഒന്ന് റെയ്ഡ് ചെയ്യണം. ഇനിയും വൈകിട്ടില്ല.
ഈ പട്ടാമ്പി റോഡിലെ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്താല് നിങ്ങൾക്ക് കാണാം മാരകായുധങ്ങൾ അവിടെ കാണാം, കല്ല് കാണാം, വടി കാണാം. എന്ന് പറഞ്ഞാൽ തോൽവി അംഗീകരിക്കാൻ മനസ്സില്ല. സ്നേഹത്തോടുകൂടെ ഇവിടുത്തെ CPM നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചരിത്രപരമായ ഈ നേട്ടം ജനങ്ങൾ തന്നതാ. കാരണം ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നജീബിന്റെ സാന്നിധ്യം, ഇവിടെ ഈ MLA ആയിട്ട് അദ്ദേഹം വന്ന അയാളുടെ സൗമ്യ സാന്നിധ്യം, അയാൾ ഇവിടെ കൊണ്ടുവന്ന രാഷ്ട്രീയ സംസ്കാരമുണ്ട്. സ്നേഹത്തിന്റെ, സമഭാവനയുടെ, വിദ്യാഭ്യാസത്തിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, അല്ലാതെ അഹങ്കാരത്തിന്റെ അല്ല, ധിക്കാരത്തിന്റെ അല്ല, അക്രമത്തിൻ്റെതല്ല. അതുകൊണ്ട് ഇവിടുത്തെ CPM നേതാക്കന്മാരോട് പറയാനുള്ളത്, കള്ളക്കേസ് എടുത്തിട്ട് യൂത്ത് ലീഗുകാരെയും UDF പ്രവർത്തകരെയും ക്ഷീണിപ്പിക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടപ്പില്ല. ഇതൊരു നാടാണ്. അതുകൊണ്ട് ഒരു തെളിവില്ലാതെ കണ്ണി കണ്ടോലെ പേരിലൊക്കെ കേസ് കൊടുക്കുന്ന ഈ പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കണം. സൗമ്യമായ, സമാധാനപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം നാട്ടിൽ നടത്താൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് വിനയത്തോടെ, സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. മറിച്ച് പകപോക്കലും ധിക്കാരവും അഹങ്കാരാണെങ്കിൽ അതിനൊക്കെ നേരിടാൻ പക്കമായ സംഘടനാ സംവിധാനം യൂത്ത് ലീഗിനുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ നിങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് LDF ആരോപിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തകർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ ഭാഗത്ത് കയ്യിലുണ്ടോ? ഞങ്ങളടുത്ത് ഒരുപാട് തെളിവുകളുണ്ട്. ഇവര് ഈ പറയപ്പെടുന്ന, ഇപ്പൊ ആരോപിക്കപ്പെടുന്ന 3 പേരും, അവര് ഒരാള് CS സെന്ററിൽ ഉണ്ടായിരുന്നു, ഒരാള് മറ്റൊരു ഭാഗത്താണ്. ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഇവരുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നേതാക്കന്മാരാണ് ഇപ്പൊ ഇവരെ ആരോപിക്കപ്പെട്ടവര്. ഇവർ ഈ പ്രകടനത്തെ നിയന്ത്രിച്ച് വളരെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ചു തന്നെ ആയിരുന്നു. ഇവര് ഒരു കാരണവശാലും അവിടെ ഇല്ല. നമ്മളെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, 1 കോടി ഇനാമൊക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് പുറത്തുവിടി. അതാണ് സഖാക്കളോട് പറയാനുള്ളത്. ആളുകൾ എങ്ങനെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കല്ലേ. നിങ്ങൾ ആരോപിക്കപ്പെട്ട ആളുകൾ അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ കൃത്യമായി പറയുന്നു, നിങ്ങളെ അങ്ങനെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അവരവിടെ അല്ല, ഞങ്ങളെ കൂടെ മറ്റൊരിടത്തായിരുന്നു എന്നുള്ള തെളിവ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ നുണപ്രചരണം നടത്തി കള്ളക്കേസ് എടുത്താലൊന്നും വില പോവില്ല. നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും കിട്ടും. ഒരു FIR ഇട്ട് അല്ലെങ്കിൽ കേസ് എടുത്തിട്ട് അങ്ങോട്ട് പ്രയാസപ്പെടുത്തി കളയാന്ന് വിചാരിക്കണ്ട. ഇതൊന്നും ഒരു മാന്യമായ ഒരു ജെന്റിൽമാൻ ലെവലൊന്നും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിക്കുക. പിന്നിപ്പോ കണ്ണൂരിലെ പോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നു, മാഷാള്ള ഒട്ടിച്ചു, അങ്ങനെ എല്ലാ ഉടായിപ്പും കാണിക്കും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കും. എന്നിട്ട് പ്രവർത്തകരെ പ്രയാസപ്പെടുത്തും. ഈ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഏതൊക്കെ കോളനികളിലും എവിടൊക്കെ പ്രവർത്തകരെ ഒരു UDF പരിപാടിക്ക് വന്നാൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഒന്ന് ഹസ്തദാനം നടത്താൽ നിങ്ങൾ അവരെ പേഴ്സണൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? എന്തൊക്കെ പ്രതിസന്ധി ഈ മുനിസിപ്പാലിറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് തന്നെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ കള്ളക്കേസ് കൊണ്ടുവരിക. അതുകൊണ്ട് കണ്ണൂർ ശൈലി, പ്രത്യേകിച്ച് രാജേഷും അതുപോലെ കുറച്ച് പുതിയ ഏരിയ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു കണ്ണൂർ ശൈലി കൊണ്ടുവന്നിട്ട് പേടിപ്പിച്ച് നിർത്താമെന്ന ധാരണയാണ്. ആ ധാരണയാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF അധികാരത്തിൽ എത്തിക്കുന്നതിന് ജനങ്ങൾ വന്നത്. ജനങ്ങൾ നിങ്ങളെ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ധിക്കാരവും അഹങ്കാരവും നിങ്ങൾ അവസാനിപ്പിക്കണം. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തണം. അതല്ലാതെ രാഷ്ട്രീയ പകപോക്കാൻ വേണ്ടി തോന്നിയ ആളുകളുടെ പേരിൽ കള്ളക്കേസുകൾ കൊടുത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പെരിന്തൽമണ്ണ മണ്ഡലം യൂത്ത് ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി ഈ വിഷയവുമായി ഞങ്ങൾ കൂടിയിരുന്നിരുന്നു. ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി. അപ്പൊ ഇത്തരത്തിലെ നുണപ്രചരണങ്ങളും കള്ളക്കേസുകൾ കൊടുത്തി നമ്മുടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ പരിഹാസ്യരാക്കുന്ന ഈ പ്രവണത വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യക്തികളെ തേജോവധം ചെയ്യുന്ന, അപമാനിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗിന്റെ ഓഫീസ് എറിഞ്ഞു തകർത്ത ദൃശ്യങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ അടുത്തുണ്ട്, ഇവിടെ പബ്ലിക്കിന്റെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. ഇപ്പോ 10, 14, 15 പ്രതികൾ അതിലുണ്ട്. വളരെ ഉത്തരവാദപ്പെട്ട ഈ മുനിസിപ്പൽ കൗൺസിലർമാരും അതുപോലെ ആളുകളൊക്കെ അതിൽ പ്രതികളായിട്ടുണ്ട്. പിന്നെ എറിയുന്ന ദൃശ്യങ്ങളുള്ള ആളുകൾ അടക്കം അതിലുണ്ട്. അവരൊന്നും ഇപ്പൊ പോലീസ് തൊട്ടിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം DYSPയെ പോയി കണ്ടിരുന്നു. ഇവിടുത്തെ SIനെയൊക്കെ പോയി കണ്ട് സ്റ്റേഷനിലൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ. അപ്പോ വരും ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പാർട്ടി ഓഫീസിനെതിരെ, മുസ്ലിം ലീഗ് ഓഫീസിനെതിരെ എറിഞ്ഞ ഈ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കെതിരെ, അവരുടെ ഈ ഗുണ്ടകൾക്കെതിരെ നിയമ നടപടി പോലീസ് എടുത്തേ പറ്റുള്ളൂ. അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള
സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന തീരുമാനമാണ് ഞങ്ങളെ വർക്കിംഗ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ 20,000-ഓളം മെമ്പർഷിപ്പിന്റെ പിൻബലമുള്ള ഒരു യുവജന സംഘടനയാണ് യൂത്ത് ലീഗ്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് തകർത്ത ഈ ഗുണ്ടകളെ പോലീസ് പിടിക്കുക തന്നെ വേണം. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. എന്തായാലും സിദ്ദിഖ് വാഫി വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമാണ്, സൗഹൃദമാവണം. നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതുജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞത്, അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ, എന്നാലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പല ആളുകളും പറഞ്ഞു, സ്ത്രീകളടക്കമുള്ള ആളുകൾ പറഞ്ഞത്, പെരിന്തൽമണ്ണ എപ്പോഴും സമാധാനമായിട്ട് പോകണം, നമ്മൾ ആശുപത്രിയുടെ നഗരമാണ്, അതുപോലെ നമുക്കൊക്കെ ഇനിയും വളരാനുണ്ട്. അപ്പോൾ ഇപ്പൊ ഭരണം മാറി എന്ന നിലയിൽ ഇരുപക്ഷവും ഈ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിനെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകരുത്. ഭരണം കിട്ടിയവർ ഭരിക്കട്ടെ, പ്രതിപക്ഷത്തുള്ള ആളുകൾ ഒന്നും കൂടി ഊർജ്ജസ്വലരാവട്ടെ എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. അപ്പോൾ ഏറ്റവും എല്ലാവരും ഒന്ന് സൗഹൃദപരമായി മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിന് എന്നും അത് മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ വേണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇവിടുത്തെ സെക്രട്ടറി ഫത്താഹ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ശരിക്കും നജീബ് കാന്തപുരം എം.എൽ.എ നടത്തിയ കുറെ പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ബാബുരാജേട്ടൻ ഉണ്ടായിരുന്നു KPCC ജനറൽ സെക്രട്ടറി എന്ന നിലക്ക്. അപ്പൊ ടീം UDF എന്ന നിലക്ക് നിന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അധികാരം കിട്ടിയെന്ന് വേണം പറയാൻ. ഇപ്പൊ ഈ കേസും ഇതൊക്കെ ആവുമ്പോ ഇത് എന്താണ്, ഇതൊക്കെ വല്ല വസ്തുതയുള്ള കാര്യമാണോ? ഇവരൊക്കെ ഇങ്ങനെ പോയി കല്ലെറിഞ്ഞായിരുന്നോ? പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട രാഷ്ട്രീയം നമ്മളിവിടെ കണ്ടിട്ടില്ല. കാരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അടക്കം 6 പഞ്ചായത്തുകളും ഇക്കുറി ടീം UDF, നമ്മുടെ കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട MLA-യുടെയും ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഒരു കാലത്തും, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരുന്നു ഇവിടെ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിക്ക് ചർച്ച ചെയ്തതാണ്. ഇത്തരത്തിൽ ഇവിടെ നിൽക്കുമ്പോഴും ജനാധിപത്യ രൂപത്തിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ടീം UDF ആണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള വിജയത്തിന് നേതൃത്വം നൽകിയത്. ഇങ്ങനൊരു മുന്നേറ്റം നമുക്കറിയാം, EMSന്റെ നാട്ടിൽ പോലും കഴിഞ്ഞ വർഷം ടീം UDFന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെമ്പറെ ഒരു പൈസ കൊടുത്ത് അപ്പുറത്തേക്ക് മറിച്ചിട്ടാണ് ഭരണം നിലനിർത്തിയത്. പക്ഷെ ഈ ജനവിധിയിൽ അത് നേരെ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ UDF നിലനിർത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇവിടെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA ആണ്. നമുക്കറിയാം, ഇവിടെയുള്ള അദ്ദേഹത്തിന് വികസന കാഴ്ചപ്പാടുകൾ, അതുപോലെ വിദ്യാഭ്യാസ പുരോഗമന പ്രവർത്തനങ്ങൾ, അതുപോലെ എല്ലാവരോടും ഒരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന MLA ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതിന്റെ മുന്നേ ഒന്നുമില്ല. ഈ നേരത്തെ പ്രിയപ്പെട്ട സിദ്ദിഖ് വാഫി പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ടീം ഇവിടുത്തെ പാർട്ടിയുടെ CPM-ന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ കണ്ടുവരുന്ന ഒരു അസ്വസ്ഥതയാണിത്. കൃത്യമായി നമുക്ക് പറയാം, രാഷ്ട്രീയപരമായിട്ട് CPM എങ്ങനെ നജീബ് കാന്തപുരം MLA എതിർക്കുന്നുവോ അത്തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും ഇവിടെ യൂത്ത് ലീഗും നമ്മുടെ UDF-ഉം പ്രതിജ്ഞാബദ്ധമാണ്. അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ അതുപോലെ തന്നെ ആക്രമണ സ്വഭാവങ്ങൾ നേരത്തെ സിദ്ദിഖ് വാഫി പറഞ്ഞു. ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ട്രഷറാണ് പ്രിയപ്പെട്ട ഷെരീഫ്, അതുപോലെ തന്നെ ആദില്, ഇർഷാദ്, ഈ ആരോപിക്കപ്പെട്ട ആളുകൾ ഈ ഓഫീസ് പരിസരത്ത് നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് CCTVക്ക് കുറവൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ടി ഓഫീസിൽ ഈ CCTV ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിനോട് സമാനമായിട്ടുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള CCTVയിൽ ഞങ്ങളുടെ ഈ പ്രവർത്തകർ അവർ ആരോപിക്കപ്പെട്ട ഈ പ്രവർത്തകർ അവിടെ വന്നു എന്ന് CPM തെളിയിച്ചാൽ 1 കോടി ഇനാം ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള വഴിക്ക് അത് തെളിയിക്കുക തന്നെ വേണം. ഇവർ എവിടെയുണ്ട് എന്നുള്ളതും ആരുടെ കൂടെയുണ്ട് എന്നുള്ള തെളിവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അത് പോലീസിന്റെയും അത് കോടതിയുടെയും ഒക്കെ വഴിക്ക് ഞങ്ങളത് വ്യക്തമാക്കുക തന്നെ ചെയ്യും. എന്തായാലും ആരോപണ വിധേയരായ പ്രതികളാക്കപ്പെട്ടവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ 1 കോടി രൂപയാണ് യൂത്ത് ലീഗ് പ്രതിഫലമായിട്ട് പാരിതോഷികമായിട്ടൊക്കെ പ്രഖ്യാപിക്കുക. അപ്പോ ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്, അവർക്ക് ഉറപ്പായ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം ഈ പ്രതികളാക്കപ്പെട്ടവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവ് അവരുടെ കയ്യിലുണ്ട് ഉള്ളതായിരിക്കുമല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പോ നിയമവഴികളുണ്ട്, ആ വഴികളിലൊക്കെ പോകുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോ
ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി പെരിന്തൽമണ്ണയില് എല്ലാവർക്കും സ്വസ്ഥമായ ജീവിതം. രാഷ്ട്രീയം നല്ല വേണം, രാഷ്ട്രീയത്തിൽ മത്സരങ്ങൾ വേണം. മത്സരങ്ങൾക്കപ്പുറം അത് വൈരാഗ്യത്തിലേക്ക് മാറാതിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടമായി. ഈ ഭൂമിയിൽ ഏതാണ്ട് 5-6 ജന്മമൊന്നുമില്ലല്ലോ, ഒരു ജന്മമല്ലേ ഉള്ളൂ. അപ്പൊ അതിൽ മാക്സിമം സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോവുക, എപ്പോഴും കണ്ടും പുഞ്ചിരിച്ചും ഒക്കെ പോവുക. രാഷ്ട്രീയം മത്സരമാക്കുക, വൈരാഗ്യത്തിലേക്ക് നീങ്ങാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അവർ പ്രഖ്യാപിച്ച 1 കോടി എന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം തെളിവ് അവരുടെ കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും ഇനിയിപ്പോ നിയമ വഴികളിലേക്ക് നീങ്ങുമ്പോൾ സത്യം വ്യക്തമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ നിയമവഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ 2 യുവ കൗൺസിലർമാരുണ്ട്, ഉനൈസ് കക്കൂത്തും റാഷിഖും ഉണ്ട്. ഇനിയിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നടക്കും, നിയമവഴിയിലൊക്കെ പോകും. കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞല്ലോ, സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ പെരിന്തൽമണ്ണ നഗരസഭയിൽ നാളെ പുതിയ ചെയർപേഴ്സണും ഒക്കെ ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ യുവാക്കളെ തിരഞ്ഞെടുത്തതിൽ നാട്ടുകാർക്കൊരു ഉദ്ദേശം ഉണ്ടാവും, യുവാക്കൾക്കും കുട്ടികൾക്കൊക്കെ. അവർ ചിലപ്പോൾ നല്ല കളിസ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് സമാധാനപരമായ ഒരു ഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ ഇപ്രാവശ്യം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പില് കൂടുതലായിട്ടും യുവാക്കൾ കടന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുതിയ തലമുറയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള പുതിയ ജനപ്രതിനിധികളെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിറവേറ്റുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുത്തഴിഞ്ഞ ട്രാഫിക്കും അതുപോലെ തന്നെ ഒരു നഗരാസൂത്രണത്തിലെ ഒരു വീഴ്ചയൊക്കെ ഇവിടെ പ്രധാനമായ ഒരു പ്രശ്നമാണ്, പെരിന്തൽമണ്ണയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനൊക്കെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി ഏതായാലും പുതിയ ഭരണസമിതി അതിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിൽ വരും. അതുപോലെ തന്നെ പുതിയ തലമുറയെയും യുവാക്കളെ അതുപോലെ സ്ത്രീകളെ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ശാക്തീകരണം, കായിക മേഖലയിൽ ഉൾപ്പെടെ ശാക്തീകരണമാണ് നമ്മുടെ പുതിയ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. അതിന്റെ മുൻപന്തിയിൽ യുവാക്കൾ എന്നുള്ള നിലയിൽ, യുവ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും അവര് യുവാക്കൾക്കൊക്കെ പ്രതീക്ഷിക്കാം, കുട്ടികൾക്കൊക്കെ പ്രതീക്ഷിക്കാം. യുവാക്കളുടെ കാര്യങ്ങളിൽ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ തന്നെ യുവ കൗൺസിലർമാരുണ്ടാകും. അങ്ങനെയാണ് വേണ്ടത്. യുവാക്കളായ ഇവരെയൊക്കെ യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും തെരഞ്ഞെടുത്തത് യുവജനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ. കുറച്ച് നിങ്ങൾക്കൊക്കെ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും, എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു. അതുകൂടാതെ നേരത്തെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ പോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇങ്ങനെ കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ നാട് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങും. അപ്പോൾ ഇതെല്ലാം സത്യം വെളിപ്പെടട്ടെ, സത്യം പുറത്തു വരട്ടെ, സത്യത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാം. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പെരിന്തൽമണ്ണക്കാർക്ക് മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ UDF കഴിയട്ടെ, നല്ലൊരു പ്രതിപക്ഷമാവാൻ LDF കഴിയട്ടെ. അങ്ങനെ നമ്മുടെ നാടിനെയും വികസിക്കട്ടെ. വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങളൊക്കെ വരുന്നു, വലിയ വലിയ മാളുകൾ വരുന്നു. അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. അതൊക്കെ പരസ്പരം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനു വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന വ്യത്യാസമൊന്നുമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ നാട് ഈ കേരളത്തിൽ അറിയപ്പെടുന്നതിന് ഈ നഗരസഭ ഒരുപാട് കാലം കഴിയുമ്പോൾ ഒരു കോർപ്പറേഷനായി മാറുന്ന തരത്തിൽ വികസിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ, ഒറ്റക്കെട്ടായി നിൽക്കാം നമുക്ക് എല്ലാവർക്കും നാടിനു വേണ്ടി. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.